ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഡിന്നറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണെന്ന് അറിയോ? ഗോതമ്പിൻ്റെ ഇടിയപ്പം. നമ്മൾ സാധാരണ ചപ്പാത്തിയും ദോശയും ചൂടിയും എല്ലാം കഴിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗോതമ്പിൻ്റെ ഇടിയപ്പമാണ്. അത് വളരെ എളുപ്പമാണ്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മുടെ ഗോതമ്പും ഉള്ളത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഇതിങ്ങനെ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ 5 കിലോൻ്റെ പാക്കറ്റായി വാങ്ങി വയ്ക്കുന്നതാണ്. ഇത് പിൽസ്ബറിയുടെയാണ് കേട്ടോ, ചക്കി ഫ്രഷ് പിൽസ്ബറി. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇട്ട ശേഷം നന്നായി ഒന്ന് ഒരു ഗോതമ്പിൻ്റെ ഒരു വറുത്ത മണം വരുമല്ലോ, അതുവരെ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. അതാണ് ആദ്യത്തെ ടാസ്ക്. ഓക്കെ, ഇതപ്പോൾ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വെച്ച് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തൽക്കാലം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകുന്നത്. ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് കണ്ടോ, ഒരു കളർ ചേഞ്ച് ആവണം. പിന്നെ അതേപോലെ വറുത്ത ഗോതമ്പിൻ്റെ മണം വരണം. അതുവരെ ഇത് നന്നായി ഒന്ന് വറുക്കുക. ഏത് ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സപ്ലൈക്കോ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന, എല്ലാവർക്കും കിട്ടില്ല, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയിലും കൂടെ പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഞാനിത് മാവ് കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണേ. ഓക്കെ, ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, വെള്ളം ചേർക്കുക. സാധാരണ മാവ് കുഴയ്ക്കുന്ന പോലെ അങ്ങോട്ട് കുഴയ്ക്കുക. ഓക്കെ ശരി. ഓക്കെ, ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈ അളവ് കേട്ടോ. ഏകദേശം മാവിനനുസരിച്ച് വെള്ളം ചേർക്കാൻ അറിയാമല്ലോ. വെള്ളവും ഉപ്പെല്ലാം ആവശ്യത്തിന് ഏകദേശം കൈ അളവിന് ചേർക്കാം. ഹലോ ഫ്രണ്ട്സ്, സമയമുണ്ട്. അങ്ങനെ നമ്മുടെ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നൂൽപ്പെട്ട് വേവിക്കാൻ ഇഡലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി തട്ടിലൊക്കെ ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ പാത്രം ഞാൻ ഷോപ്സിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കണ്ടോ, നെയ്യ് ഞാൻ ഉണ്ടാക്കിയതാണേ. വെണ്ണ കുറുക്കിയിട്ട് നല്ല ഇതഴിഞ്ഞത് നല്ല സ്മെല്ലാണ് നെയ്യ്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പശുവിൻ പാലിൻ്റെ നെയ്യ്. ഞാൻ കുറച്ച് മുന്നേ ജസ്റ്റ് ഒരു ബോട്ടിൽ നെയ്യ് നമ്മുടെ കൗമയുടെ വാങ്ങിച്ചു. മണവും ഗുണം ഉണ്ടായിരുന്നില്ല. അവർ കേട്ട് അടിക്കുമെന്നറിയില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ അന്ന് മുതലല്ല, സാധാരണ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് മഴക്കാലമൊക്കെ ആയപ്പോൾ തൈരും മോരിൻ്റെയൊക്കെ ഉപയോഗം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത് വളരെ കുറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ നെയ്യ് കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ വിലയേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഇല്ലായ്മ അതൊക്കെ കണ്ടപ്പോൾ വീണ്ടും എൻ്റെ നെയ്യ് തന്നെ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ. നമ്മുടെ നൂൽപ്പെട്ടിൻ്റെ അച്ചുണ്ടല്ലോ, ആ പാത്രമുണ്ടല്ലോ, അതിൽ പാകത്തിന് മാവ് വെച്ച ശേഷം സാധാ ഇടിയപ്പം, നൂലപ്പം അല്ലെങ്കിൽ നൂൽപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതേ ഉള്ളൂ പണി. മെയിൻ ഓർത്ത് വെക്കേണ്ട ജോലി എന്ന് പറയുന്നത് പൊടി നന്നായി വറുക്കണം. വെന്ത് മണം വരുന്നത് വരെ വറക്കണം.
ഓക്കെ, അപ്പോൾ നമ്മുടെ വന്നിട്ട് ഒഴിച്ച് വെച്ചത് ജസ്റ്റ് സ്റ്റീം ചെയ്യാൻ പറ്റാം കേട്ടോ. ഇത് വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി പൊടി വേവിച്ചതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ്, ഇത് ഉച്ചയ്ക്ക് വെച്ച തോരനാണ് കേട്ടോ. ചെറുപയറും പയറിൻ്റെ ഇലയും കൂടിയുള്ള തോരനാണ്. ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. കഴിഞ്ഞ ഉച്ചയ്ക്ക് വെച്ചതാണ്. കുറച്ച് സോയ ഫ്രൈ ചെയ്യാൻ പോവാണ്. കുട്ടികൾക്ക് സോയ ഫ്രൈ നല്ല ഇഷ്ടമാണ്. നല്ലതല്ലേ സോയ, പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് ഞാനെപ്പോഴും ഏകദേശം ട്വൈസ് എ വീക്ക് കുട്ടികൾക്കത് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ജസ്റ്റ് കുതിർത്ത സോയ. ഞാനിത് എങ്ങനെയാണ്, ഞാൻ സോയ മാരിനേറ്റ് ചെയ്യാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുട്ടികൾക്ക് എരിവ് കാര്യമായിട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മല്ലിപ്പൊടി ഇടാറുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടും. എന്നിട്ടൊരു ഹാഫ് ആൻ അവറൊക്കെ ഞാൻ ജസ്റ്റ് അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാറുണ്ട്. ചിക്കൻ മസാല അല്ലെങ്കിൽ എല്ലാം, മല്ലിപ്പൊടി ആയാലും മുളക് പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും എല്ലാം അടുത്തൊരു മില്ലുണ്ട് കേട്ടോ, ഹനാൻസ് എന്ന് പറഞ്ഞൊരു മില്ലുണ്ട്. അവിടെ നിന്ന് അവർ സോളാറിൽ ഉണക്കി പൊടിച്ച് തരുന്നതാണ്. അത് വാങ്ങുന്നത്, വേറെ ബ്രാൻഡ് യൂസ് ചെയ്യാറില്ല. ഈ മില്ല് വരുന്നതിന് മുമ്പ് ഞങ്ങൾ കഴുകി ഉണക്കി പൊടിക്കുമായിരുന്നു. ജസ്റ്റ് കുറച്ച് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ നൂലപ്പത്തിൻ്റെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നൂലപ്പം ആയി തുടങ്ങിയോ എന്നൊരു സംശയം. അപ്പോൾ ഇത് ജസ്റ്റ് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഫോർക്ക് കൊണ്ടേ ഇങ്ങനെ ഒന്ന് കണ്ടോ പൊക്കി നോക്കുമ്പോൾ ഒട്ടാതെ മുഴുവനായിട്ട് വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷേ സ്പ്ലിറ്റായി വരുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ സ്റ്റീം വരുന്നുണ്ട്. വെച്ചിട്ടിപ്പോൾ 1 മിനിറ്റ് 1-2 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാനിത് ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്യാനേ. ജസ്റ്റ് മിക്സ് ചെയ്ത് അവിടെ വെച്ച് കുട്ടികൾ കഴിക്കാറാവുമ്പോൾ ഞാൻ ജസ്റ്റ് റോസ്റ്റ് ചെയ്യും. ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, ഒരു വലിയ ഉള്ളിയൊക്കെ ഇട്ട് ജസ്റ്റ് നമ്മുടെ സാധാ ഉപ്പേരി വയ്ക്കുന്ന പോലെ. ഉപ്പേരി കടുകൊന്നും പൊട്ടിച്ചിടാറില്ല. ഓക്കെ, അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല ഗോതമ്പ് അപ്പത്തിൻ്റെയൊക്കെ മണം വരുന്നു. ഓക്കെ, ഇത് മതി, ഞാൻ നോക്കുന്നില്ല കേട്ടോ. നമുക്ക് ചില ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ സ്മെല്ല് കേട്ടാൽ അറിയാലോ ഉണ്ടോ ഇല്ലയോ. അത്രയും മതി. ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ സംഭവം നാളേക്കും കേട് വരില്ല. അപ്പോൾ നമുക്ക് ഡബിൾ പർപ്പസാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഡിന്നറാക്കിയത് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, കുറച്ച് ശർക്കരയുടെ പൊടിയും തേങ്ങ ചെറുവേതും കൂടെ മിക്സ് ചെയ്തിട്ട് 4 മണി പലഹാരം ആക്കാറുണ്ട്. ഓക്കെ, ശരിക്കും ഓക്കെ ഗൈസ്, ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ മാവ്, ഒരു തട്ടിലൂടെ ആക്കാനുള്ള മാവ്. ഓക്കെ ഗൈസ്, അപ്പം ഇത് രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ച് ടൈറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ചുകൂടെ വെള്ളം ലേറ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചാൽ മതി. ഓക്കെ, ഞാനിത് മാവ് തീർന്നു, അതുകൊണ്ട് ഇനി ആദ്യം ഇതൊന്നും എടുത്ത് ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തേനെ. ഇതിപ്പോൾ കഴിഞ്ഞു മാവ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുക സെക്കൻഡ് എടുക്കുമ്പോൾ
ടൈറ്റായി തോന്നണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടെ കുഴയ്ക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ച് അഭിപ്രായം പറയണേ. ഓക്കെ.